ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 40. തിരുവചന ജപമാല എന്ന ആ ഒരു തിരുവചന ജപമാലയിലൂടെ നമ്മൾ ഒരു ഒരുക്കം, മഹാജൂബിലിക്ക് ഒരുക്കം. 2033 നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ചിട്ട് കൃത്യം 2000 വർഷം തികയുന്ന വർഷം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന സംവത്സരം. അതാണ് 2033 മഹാജൂബിലി. ആ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ട് നമ്മൾ ധ്യാനങ്ങൾ നടത്തുന്നു. ഓരോ ദിവസവും ധ്യാനമുണ്ട്. ആഴ്ചയിൽ 2 ദിവസം മരിയൻ ധ്യാനം, ബുധൻ ശനി. അങ്ങനെയുള്ള ധ്യാനത്തിൽ 40ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. നമ്മൾ ജപമാലയിലെ പ്രാരംഭ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് വിശ്വാസ പ്രമാണം. നമ്മൾ ആദ്യം കുരിശു വരയ്ക്കുന്നു, പിന്നെ പരിശുദ്ധാത്മാ പാട്ട് പാടുന്നു. അതിൻ്റെ എല്ലാം കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തു. പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസ പ്രമാണം? സഭയിൽ എത്ര വിശ്വാസ പ്രമാണങ്ങളുണ്ട്? ഏതാണ് ചൊല്ലേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ധ്യാനിക്കുന്നത്. ഇന്ന് നമുക്ക് എന്താണ് വിശ്വാസം എന്നതിൻ്റെ ഒരു പ്രാരംഭ വിചിന്തനമാകാം. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം എന്ന് തിരിച്ചറിയാൻ വിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ വായിക്കാം. യെശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ. ഉത്സിയായുടെ മകനായ യോഥാമിൻ്റെ പുത്രനും യഹൂദ രാജാവുമായ ആഹാസിൻ്റെ കാലത്ത് അരാമ്യ രാജാവായ റത്സനും റമാലിയയുടെ മകനും ഇസ്രായേൽ രാജാവുമായ പെഖായും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. എങ്കിലും അതിന് കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എഫ്രായിമിനോട് ആരാം സഖ്യം ചെയ്തിരിക്കുന്നുവെന്ന് ദാവീദ് ഭവനത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കൊടുങ്കാറ്റിൽ ഉലയുന്നത് പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ യാഹ്വേ യെശയ്യായോട് അരുളി ചെയ്തു, നീയും നിന്റെ മകൻ ഷയർ യാഷൂബും ചെന്ന് അലക്കക്കാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയുടെ അരികെ മേൽക്കുളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് അവനോട് പറയുക, ജാഗ്രതയോടെ മനസ്സിരുത്തുക, സമാധാനമായിരിക്കുക. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം അരാമിൻ്റെയും റട്സിൻ്റെയും റമാലിയായുടെ മകൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ പേടിക്കരുത്. നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. നമുക്ക് യഹൂദാക്കെതിരെ ചെന്ന് അതിന് ശല്യപ്പെടുത്തുകയും മതിൽ ഇടിച്ചു കടന്ന് കീഴടക്കുകയും തബയേലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അരാമും എഫ്രായിമും റമാലിയയുടെ മകനും നിനക്കെതിരെ ദുരാലോചന നടത്തിയിരിക്കുന്നു. ആകയാൽ യാഹ്വേയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. അരാമിൻ്റെ തലസ്ഥാനം ദമ്മസേക്കിൻ്റെ തലവൻ റത്സിനുമല്ലേ? 65 സംവത്സരത്തിനകം എഫ്രായിം ഛിന്നഭിന്നമാക്കപ്പെടും. മേലിൽ ഒരു ജനമായിരിക്കാൻ സാധിക്കാത്ത വിധം അത് തകർന്നു പോകും. എഫ്രായിമിൻ്റെ തലസ്ഥാനം സമരിയായും സമരിയായുടെ തലവൻ റമാലിയയുടെ മകനുമല്ലേ? നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കുകയില്ല. യാഹ്വേ വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ യാഹ്വയോട് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയ ഒരടയാളം ചോദിക്കുക. ആഹാസ് പ്രതിവചിച്ചു, ഞാൻ ചോദിക്കുകയില്ല, യാഹ്വയെ പരീക്ഷിക്കുകയുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ദാവീദ് ഭവനമേ കേൾക്കുക, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ ദൈവത്തെയും അസഹ്യപ്പെടുത്തുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. വിവാഹപ്രായമായ യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ തിരഞ്ഞെടുക്കാനും പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളാനും നന്മ സ്വീകരിക്കാനും ബാലന് പ്രായമാകുന്നതിന് മുൻപേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. വിശ്വാസത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വ്യാഖ്യാനങ്ങളിലൊന്നും ഇവിടെയാണ് കാണുന്നത്. 9ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കുകയില്ല. മനസ്സിലാക്കി ഇച്ചിരി പ്രയാസമുള്ളതാണ്. ഞാനതുകൊണ്ട് ആ പശ്ചാത്തലം, ഈ തിരുവചനത്തിൻ്റെ, ഈ ഇമ്മാനുവൽ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിക്കാം. നമ്മൾ മാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. പാലസ്തീനയിൽ വടക്കൻ രാജ്യം ഇസ്രായേൽ, താഴെ യഹൂദ. വടക്കൻ സാമ്രാജ്യത്തിൻ്റെ ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമരിയ. തെക്കൻ സാമ്രാജ്യം യഹൂദ, അതിന് തലസ്ഥാനം ജെറൂസലേം. ഈ ഇസ്രായേലിന് വടക്ക് മുകളിൽ സിറിയയ്ക്ക് മറ്റൊരു പേരാണ് അരാമിയ. ആരാം അവിടുത്തെ ഭാഷയാണ് അരാമിയ. സുറിയാനി. ഈ
സിറിയ അതിൻ്റെ തലസ്ഥാനമാണ് ദമ്മസേക്ക്. ഡമാസ്കസ് ആണ് ദമ്മസേക്ക്, ഹീബ്രുവിൽ ദമ്മസേക്ക് എന്നാണ്. അതിൻ്റെ രാജാവാണ് റെറ്റ്സിൻ. അപ്പോൾ ഒന്നുകൂടി, ഏറ്റവും വടക്ക് സിറിയ അല്ലെങ്കിൽ അരാം എന്ന രാജ്യം, അതിൻ്റെ തലസ്ഥാനം ഡമാസ്കസ് അതായത് ദമ്മസേക്ക്, രാജാവ് റെക്സിൻ. അതിന് തൊട്ട് താഴെയുള്ള രാജ്യം ഇസ്രായേൽ, അവിടുത്തെ രാജാവിൻ്റെ പേര് പേക്ക. റമാലിയയുടെ മകനാണ് ഈ പേക്ക. ഈ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ് സമാരിയ. അതിന് താഴെ തെക്ക് യഹൂദ സാമ്രാജ്യം, അവിടുത്തെ രാജാവിൻ്റെ പേര് ആഹാസ്. ഈ യഹൂദ സാമ്രാജ്യത്തിൻ്റെ രാജ്യമാണ്, സാമ്രാജ്യം എന്ന് പറയാൻ മാത്രം വലുപ്പമൊന്നുമില്ല, രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ജെറൂസലേം. ഇത് 3 ചെറിയ രാജ്യങ്ങളാണ്. അപ്പുറത്തൊരു മഹാസാമ്രാജ്യത്വ ശക്തിയുണ്ട്, അസീറിയ. അസീറിയയുടെ അന്നത്തെ സാമ്രാജ്യത്വ താല്പര്യം എന്താണ്? കൊച്ചു രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കുക. ഇപ്പം ചൈന തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. റഷ്യ, യുക്രൈൻ തുടങ്ങിയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെ വിസ്തൃതമാക്കുക, ഇതാണ് ഒരു താല്പര്യം. അപ്പോൾ അസീറിയ അയൽപ്പക്കത്തുള്ള ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റെക്സിൻ എന്ന് പറയുന്ന സിറിയയുടെ രാജാവും റമാലിയയുടെ മകനായ പേക്ക ഇസ്രായേലിൻ്റെ രാജാവ്, ഇവർ രണ്ടുപേരും ഒരു അലയൻസ് ഉണ്ടാക്കി. എന്നിട്ട് ഈ അസീറിയക്കെതിരെ, അസീറിയ പുറജാതിക്കാരാണ്, ഇവർ രണ്ടുപേരും ആഹാസ് രാജാവിനെ, ജെറൂസലേമിലെ ആഹാസ് രാജാവിനെ സമീപിച്ച് ആ സഖ്യത്തിൽ അസീറിയ എന്ന് പറഞ്ഞ പുറജാതി സാമ്രാജ്യത്വ ശക്തിക്കെതിരെയുള്ള ആ അലയൻസിൽ സഖ്യകക്ഷിയിൽ ചേരണമെന്ന് പറഞ്ഞു. ആഹാസ് അതിന് സമ്മതിച്ചില്ല. ആഹാസ് വേറൊരു സൂത്രപ്പണി ചെയ്തിരുന്നു. സൂത്രത്തിൽ പോയിട്ട് അസീറിയ രാജാവുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. എന്താണ്? ഈ 2 രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നാൽ നീ എന്നെ സഹായിക്കണം. പുറജാതി രാജാവുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കുകയാണ് ആഹാസ്. ഈ സിറിയയും ഇസ്രായേലും യഹൂദയെ ആക്രമിക്കാൻ ഇടയായാൽ അസീറിയ, സാമ്രാജ്യത്വ ശക്തി അസീറിയ, എൻ്റെ തലസ്ഥാനമാണ് നിനിവെ, യോന പ്രവാചകൻ സുവിശേഷം പ്രഘോഷിക്കാൻ പോയത്, അവിടെ ആ അസീറിയയുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അസീറിയൻ രാജാവ് പട്ടാളത്തെ അയച്ചും പോലീസിനെ അയച്ചും സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ വ്യവസ്ഥ എന്താണ്? ജെറൂസലേമിലെ ദേവാലയത്തിൽ അസീറിയക്കാരുടെ ദേവൻ്റെ വിഗ്രഹം വെക്കണം. ആഹാസ് അത് സമ്മതിച്ചു. ഇപ്പോൾ നമ്മുടെ വത്തിക്കാന് ഇസ്ലാമിക രാജ്യങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ സഹായം തേടുകയാണ് വത്തിക്കാൻ എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാണ്, വത്തിക്കാനെ ഞങ്ങൾ സഹായിക്കാം, പക്ഷേ വത്തിക്കാനിൽ രാമൻ്റെ ഒരു വിഗ്രഹം വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പ്രയാസമുണ്ടാകും. അതുപോലൊരവസ്ഥയാണിത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ യുദ്ധം മാത്രമല്ല, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അതിനാൽ യെശയ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ആഹാസ് രാജാവിനെ കൺഫ്രണ്ട് ചെയ്യുക, എന്നിട്ട് പറയുക, ഈ അസീറിയയുമായി നീ യുദ്ധത്തിന് പോകരുത്. ഞാൻ അസീറിയക്കെതിരെ സഖ്യത്തിന് വരികയില്ലെന്ന് പറഞ്ഞപ്പോൾ സിറിയയുടെ രാജാവായ റെക്സിനും ഇസ്രായേലിൻ്റെ രാജാവായ പേക്കായും, റമാലിയയുടെ മകൻ പേക്കായും ഒരു ഭീഷണിപ്പെടുത്തിയായിരുന്നു. തബയേലിൻ്റെ മകനെ ഇവിടെ നിന്നെ സ്ഥാനഭ്രഷ്ടനാക്കി തബയേലിൻ്റെ മകനെ രാജാവാക്കി, ഒരു പാവ രാജാവാക്കി, പപ്പറ്റ് കിങ്ങാക്കി വെക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പം ദൈവം യെശയ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ആഹാസ് രാജാവിൻ്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് പറയുക, അസീറിയയുമായി നീ അലയൻസ് ഉണ്ടാക്കരുത്, പുറജാതിക്കാരുമായി അലയൻസ് ഉണ്ടാക്കരുത്. ഈ 2 രാജ്യങ്ങൾ അത് പുകയുന്ന തീക്കൊള്ളി പോലെയാണ്, മുറിക്കൊള്ളി പോലെയാണ്. എത്ര നേരം ഉണ്ടാവും അത് നിലനിൽക്കും? ഇല്ലയോ? കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കൊള്ളി എത്ര നേരം കത്തും? അത് കുറച്ച് നേരം. അതായത് ഈ 2 രാജ്യങ്ങൾ വളരെ ചെറിയ രാജ്യങ്ങൾ, അത് ചരിത്രത്തിൽ തന്നെ നിന്ന് പോകും. അതുകൊണ്ട് ഈ 2 ചെറിയ രാജ്യങ്ങളെ പേടിച്ചിട്ട് പുറജാതിക്കാരുമായി സഖ്യമുണ്ടാക്കണ്ട. സിറിയ അല്ലെങ്കിൽ അരാം, ഇസ്രായേൽ, എഫ്രായിം, അതിനും എഫ്രായിം എന്നും പറയും. ആ 2 ചെറിയ രാജ്യങ്ങളുടെ ഭീഷണി പേടിച്ച് അസീറിയ എന്ന സാമ്രാജ്യത്വ ശക്തിയുമായി, പുറജാതി ശക്തിയുമായി നീ സഖ്യമുണ്ടാക്കരുത്. ആ സഖ്യം മരണവുമായി സഖ്യമുണ്ടാക്കുന്നത് പോലെ ആയിരിക്കും തീർത്തും. മാത്രമല്ല, വിഗ്രഹാരാധനയുടെ കൊടുമ്പിരി കൊള്ളേണ്ട ഒരു അവസ്ഥയുണ്ടാകും. കാരണം വിശ്വാസമാണ് ആകെ പേടിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നീ അസീറിയുമായി സഖ്യമുണ്ടാക്കരുത്. ഇത് പറയാൻ വേണ്ടി യെശയ്യാ പോകുകയാണ്. ഇത് പറയുമ്പോൾ ആഹാസ് രാജാവിന് അത് സ്വീകരിക്കാൻ തയ്യാറാണ്. പുള്ളി രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഈ യെശയ്യായുടെ വാക്കുകളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല, വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് യെശയ്യാ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കുകയില്ല. രാജാവിനോട് പറയാണ്, നീയും നിങ്ങളും, അതായത് യഹൂദ രാജ്യം മുഴുവൻ, ജെറൂസലേം തലസ്ഥാനമായ യഹൂദ രാജ്യം മുഴുവൻ
നീ രാജാവും നിന്റെ ജനങ്ങളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കുകയേയില്ല. ഇഫ് യു ഡു നോട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്, യു വിൽ നോട്ട് സ്റ്റാൻഡ് അറ്റ് ഓൾ. ഇഫ് യു ഡു നോട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്, യു വിൽ നോട്ട് സ്റ്റാൻഡ് അറ്റ് ഓൾ. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയില്ല. ഇതാണ് ആ വചനം. അപ്പം എന്താണ് വിശ്വാസം? നമ്മുടെ ജീവിതത്തിന് ഉറച്ച അടിത്തറയുണ്ടാകാനായി ബലിഷ്ഠ പാറയായ ഏകസത്യദൈവമായ യാഹ്വേയിൽ നിലയുറപ്പിക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ. നമ്മുടെ ജീവിതത്തിന് ഉറച്ച അടിത്തറയുണ്ടാകാനായി ബലിഷ്ഠ പാറയായ ഏകസത്യദൈവമായ യാഹ്വേയിൽ നാം നിലയുറപ്പിക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് പറയുന്നത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയേയില്ല. എന്ന് വെച്ചാൽ നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയേയില്ല. തൻ്റെ ജീവിതത്തിന് ഉറച്ച അടിത്തറയുണ്ടാകാനായി മനുഷ്യൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ല. അത് ഹെബ്രായനൊരു വിഷയമേ അല്ല. ദൈവമുണ്ട്, അത് സ്ഥാപിക്കേണ്ട കാര്യമില്ല. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ല ഹെബ്രായന് വിശ്വാസം. ദൈവമുണ്ടെന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. ഇല്ലേ, ഭോഷൻ ഉള്ളിൽ പറഞ്ഞു മുകളിൽ ദൈവമില്ല. വിഡ്ഢികൾ മാത്രമേ ദൈവമില്ലെന്ന് പറയുള്ളൂ. ദൈവമില്ല എന്ന് പറയുന്നത് വിഡ്ഢികളായിരിക്കും. ഹെബ്രായർ വിഡ്ഢികളല്ല, ഏറ്റവും വലിയ ജ്ഞാനികളാണ്. അതുകൊണ്ട് തന്നെ അവർ ദൈവമില്ല എന്ന് ഒരിക്കലും പറയില്ല. ദൈവമുണ്ട്. പക്ഷേ ആ ദൈവത്തിൽ നിലപാടെടുക്കുക, ദൈവത്തിന്മേൽ നിൽക്കുക. ചുരുക്കത്തിൽ ഒരു നിലപാടെടുക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു നിലയുറപ്പിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവവചനം എന്ന അടിയുറപ്പുള്ള മണ്ണിൽ പ്രത്യാശയുടെ നിലയുറപ്പിക്കുന്നതാണ് വിശ്വാസം. ദൈവവചനം എന്ന അടിയുറപ്പുള്ള മണ്ണിൽ പ്രത്യാശയുടെ നിലയുറപ്പിക്കുന്നതാണ് വിശ്വാസം. വഴുതി പോകുന്നതോ ഒലിച്ചു പോകുന്നതോ ആയ അടിസ്ഥാനമല്ല, ഉറപ്പുള്ള പാറയായ ഉറപ്പുള്ള അടിസ്ഥാനമായ ദൈവം. ഇതാണ് യെശയ്യാ പറഞ്ഞത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയില്ല. ഇഫ് യു ഡു നോട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്, യു വിൽ നോട്ട് സ്റ്റാൻഡ് അറ്റ് ഓൾ. നീ ദൈവമായ പാറപ്പുറത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് അസ്തിത്വം ഉണ്ടാവുകയില്ല, നീ ജീവിക്കുകയില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാം, എങ്ങനെയാണ് ദൈവമാകുന്ന പാറപ്പുറത്ത് നിലയുറപ്പിക്കുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം മലയിലെ പ്രസംഗത്തിൽ യേശു നൽകുന്നു. ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവർ ജ്ഞാനികളാണ്. അവർ വചനം ആഴത്തിൽ കുഴിക്കുന്നു, വചനത്തിൻ്റെ അഗാധതയിലേക്ക് പോകുന്നു. എവിടെ വരെ? വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം എന്ന പാറ കാണുന്നത് വരെ. അങ്ങനെ ദൈവത്തെ കണ്ടെത്തിയാൽ, ആ പാറ കണ്ടെത്തിയാൽ, ദൈവമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പുള്ള അടിത്തറ എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിത സൗധം ദൈവത്തിന്മേൽ പണിതുയർത്തുന്നു. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റടിച്ചാലും സഹനങ്ങളുടെയും രോഗങ്ങളുടെയും പേമാരി പെയ്തിറങ്ങി നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും നമ്മുടെ ജീവിത സൗധം വീണു പോകുകയില്ല. അത് ദൈവമെന്ന ബലിഷ്ഠമായ പാറപ്പുറത്ത് പണിയപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7:24-27 ഇല്ലേ? എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവർ ആഴത്തിൽ കുഴികൊടിച്ച് പാറപ്പുറത്ത് വീട് പണിത ജ്ഞാനിക്ക് തുല്യം. കൊടുങ്കാറ്റടിച്ചു, പേമാരി പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അതെല്ലാം ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണു പോയില്ല. എന്നാൽ അത് പാറപ്പുറത്ത് പണിയപ്പെട്ടതായിരുന്നു. ഇതാണ് എങ്ങനെയാണ് ദൈവത്തിൽ നിലയുറപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുക, അത് പാലിക്കുക. അങ്ങനെ അത് ചെയ്യുമ്പോൾ നമ്മൾ വചനത്തിൽ ആഴത്തിൽ കുഴിക്കുകയാണ്. അങ്ങനെ ആഴത്തിൽ കുഴിച്ച് വചനത്തിൽ കുഴിച്ച് ചെല്ലുമ്പോൾ, അത്യഗാധത്തിൽ ചെല്ലുമ്പോൾ വചനത്തിന് ഉടമസ്ഥനെ കാണും. ദൈവമാണ് വചനത്തിന് ഉടമസ്ഥൻ. ആ വചനത്തിന് ഉടമസ്ഥനെ കാണുമ്പോൾ ആ ഉടമസ്ഥനാകുന്ന ദൈവത്തിന്മേൽ നാം നിലയുറപ്പിക്കുക. നമ്മുടെ ജീവിതത്തിന് അടിത്തറയുണ്ടാകാൻ, ഉറപ്പുള്ള അടിത്തറയുണ്ടാകാൻ. അപ്പോൾ ദൈവവചനം കേട്ടത് പാലിച്ച് വചനത്തിൽ ആഴത്തിൽ കുഴികൊടിച്ച് അത്യഗാധത്തിലേക്ക് പോയി ദൈവമാകുന്ന ഉടമസ്ഥനെ, വചനത്തിന് ഉടമസ്ഥനെ
കണ്ടെത്തുന്നതിനെയാണ് ഈ നിലപാട് എടുക്കുക, നിലയുറപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ വചനത്തിൽ ആഴത്തിൽ കുഴി കുഴിക്കാത്തത് കൊണ്ടാണ്, ദൈവമായ ഉടമസ്ഥനെ കാണാത്തത് കൊണ്ടാണ് പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, എംബറർ ഇമ്മാനുവേൽ, ചില പ്രൊട്ടസ്റ്റന്റുകാർ ഇവരെല്ലാം ഈ വചനത്തിൻ്റെ ഈ ഉപരിപ്ലവമായിട്ട് വചനം എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിന് ആഴത്തിലേക്ക് പോകാതെ, അതിന് ഹീബ്രു അറിയില്ല, ഗ്രീക്ക് അറിയില്ല, അതിൻ്റെ പശ്ചാത്തലം അറിയില്ല, സന്ദർഭം അറിയില്ല, ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഏതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒന്നും അറിയില്ല. ആ കൂടി 2-3 വചനങ്ങൾ അറിയാം, ഹെബ്രായ ലേഖനത്തിൽ ചില വചനങ്ങൾ അറിയാം, പിന്നെ കത്തോലിക്കരെ ആക്രമിക്കാൻ പറ്റുന്ന ചില വചനങ്ങൾ അറിയാം. അവരുടെ ബൈബിളിൽ ഏതാനും വചനങ്ങളെ ഉള്ളതെന്ന് തോന്നും ഇവരുടെ ഇത് കേട്ട് കഴിഞ്ഞാൽ. ഈ വചനങ്ങൾക്കെല്ലാം ഒരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനെ കണ്ടെത്തിയാലേ വചനത്തിൻ്റെ ആന്തരിക പൊരുൾ തിരിച്ചറിയൂ. അത് തിരിച്ചറിഞ്ഞ് എഴുതിയിരിക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം. അതുപോലെ വിശ്വാസ സത്യങ്ങളൊക്കെ വചനത്തിന് ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനോട് ബന്ധിപ്പിച്ച് നോക്കിയാലാണ് ഓരോ വചനത്തിന് പൊരുളറിയൂ. അതുകൊണ്ട് വചനത്തിൻ്റെ പുറത്തിങ്ങനെ നീന്തി തുടിച്ചാൽ ആഴത്തിലേക്ക് പോയി ചില പൊടിമീനൊക്കെ കിട്ടും, ഈ കൊമ്പനെ കിട്ടില്ല, വലിയ മീനില്ലേ അത് കിട്ടില്ല. ഇങ്ങനെ ചില പരൽമീനുകളൊക്കെ പിടിക്കാം, തോർത്ത് വിരിച്ച് പരൽമീനൊക്കെ പിരിക്കില്ലേ, അത്രയും പറ്റും. ഈ വചനത്തിന് ആഴത്തിലേക്ക് കയറി വചനത്തിന് ഉടമസ്ഥനായ ദൈവത്തെ കാണണം. ആ ദൈവത്തെ കണ്ടെത്തുമ്പോൾ ആ ദൈവമാകുന്ന പാറപ്പുറത്ത് നമ്മുടെ ജീവിത ശബ്ദം കെട്ടിപ്പടുക്കുക. എന്ത് പേമാരി ഉണ്ടാകട്ടെ, എത്ര വലിയ രോഗമുണ്ടാകട്ടെ, പ്രതിസന്ധി ഉണ്ടാകട്ടെ, എന്ത് പ്രതിസന്ധി ഉണ്ടാകട്ടെ, അതെല്ലാം കൊടുങ്കാറ്റും പേമാരിയും പ്രളയവും ഒക്കെ നമ്മുടെ മേലെ ആഞ്ഞടിച്ചാലും നാം വീണു പോകില്ല. കാരണം ദൈവമെന്ന പാറപ്പുറത്താണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ദൈവത്തിന്മേൽ നിൽക്കുന്നതാണ്, നിലപാടെടുക്കുന്നതാണ് വിശ്വാസം. വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം എന്ന പാറപ്പുറത്ത് നിലയുറപ്പിക്കുന്നതാണ് ഹെബ്രായന് വിശ്വാസം. അങ്ങനെ ദൈവവചനം പാലിച്ചുകൊണ്ട് നടക്കുമ്പോൾ വേറെ സംഗതി ഉണ്ടാകും. അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഹീബ്രു വചനം പറഞ്ഞല്ലോ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കുകയേ ഇല്ല. ഈ വചനം സെപ്തയിന്ത പരിഭാഷക്കാർ, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പാണ് ഈ സെപ്തയിന്ത പരിഭാഷ ഉണ്ടാക്കിയത് യഹൂദന്മാർ. അവർ തർജ്ജമ ചെയ്തതിൽ അല്പം വ്യത്യാസമായിട്ടാണ്. ഗ്രീക്കിലേക്കാണ് തർജ്ജമ. സെപ്തയിന്ത എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പരിഭാഷ. ഗ്രീക്കുകാർ ബുദ്ധിക്ക് മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ അവർ ഒരല്പം കൂടി വ്യത്യസ്തമായിട്ടാണ് ഇത് തർജ്ജമ ചെയ്തത്. അവരെങ്ങനെ തർജ്ജമ ചെയ്തത്? ഇഫ് യു ഡു നോട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. നീ കാര്യം ഗ്രഹിക്കില്ല. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് കാര്യം ഗ്രഹിക്കാൻ അറിയില്ല, കാര്യം ഗ്രഹിക്കാൻ പറ്റില്ല. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഞാൻ ഈ രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത്, അതായത് ദൈവത്തിന്മേൽ നിലയുറപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന ഹെബ്രായൻ, ഗ്രീക്കുകാർ പറയുന്നു ദൈവത്തിൽ ഉറച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് കാര്യം ഗ്രഹിക്കാൻ കഴിയില്ല. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഞാനൊരു വ്യാഖ്യാനം പറയുകയാണ്. വിശ്വാസത്തിന് ഒരു നിർവചനം, എൻ്റേതായ നിർവചനം ഞാൻ നൽകുകയാണ്. ഈ ദൈവം എന്ന പാറപ്പുറത്ത് നമ്മൾ നിലയുറപ്പിക്കുമ്പോൾ നമ്മൾ ഉന്നതമായ ഒരു ഭ്രമണപഥത്തിലേക്ക് പോകും. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ കണ്ടു കാണും, ഞാൻ വിശ്വാസത്തെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു കസേരയുടെ മുകളിലോ സ്റ്റൂളിൻ്റെ മുകളിലോ മേശപ്പുറത്ത് കയറി നിൽക്കും. അപ്പോൾ ആ ഹോളിൽ ഇരിക്കുമ്പോൾ ഇപ്പം നാം ഫ്ലോറിൽ നിന്നിട്ട് ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മുൻവശത്ത് ഇരിക്കുന്നവരെയാണ്. ഞാനൊരു ഡെസ്കിൻ്റെ മുകളിലോ മേശപ്പുറത്തോ കയറി നിന്ന് അപ്പോൾ പുറകിലുള്ളവരെയും നന്നായിട്ട് കാണാം. അപ്പം നമ്മുടെ പരിപ്രേക്ഷ്യം എന്ന് പറയില്ലേ, വീക്ഷണകോൺ മാറുകയാണ്, പെർസ്പെക്റ്റീവ് മാറുകയാണ്. നമ്മൾ താഴെ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും മുൻനിരയിലിരിക്കുന്നവരെയാണ് കൂടുതൽ കാണുന്നത്, 2-3 നിര. നമ്മൾ ഒരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് ഒരു മേശപ്പുറത്ത് കയറുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെർസ്പെക്റ്റീവ് മാറി, നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്. പെർസ്പെക്റ്റീവ്, പരിപ്രേക്ഷ്യം മാറി, വീക്ഷണകോൺ മാറി. ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയേ. ദൈവം എന്ന പാറപ്പുറത്ത് നമ്മൾ നിലയുറപ്പിക്കുമ്പോൾ നമ്മൾ ഉന്നതമായ ഒരു ഭ്രമണപഥത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വേറെയാണ്. കാര്യങ്ങൾ ബെറ്ററായിട്ട് ഗ്രഹിക്കാൻ പറ്റും. നമുക്ക് വളരെ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മൾ ചെറു ക്ലാസ്സിൽ പഠിക്കുന്നു, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നുണ്ടോ അസ്തമിക്കുന്നുണ്ടോ? വലിയ ക്ലാസ്സിൽ പോലും പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല. അപ്പോൾ വീണ്ടും ചോദ്യം, സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓക്സിജൻ കിട്ടുക? എങ്ങനെയാണ് ഫലവൃക്ഷങ്ങളുണ്ടാകുക? എങ്ങനെയാണ് ഫലം ചൂടുക?
ഈ വെയിലും രാത്രിയും പകലും വേണ്ടേ? അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടുമോ ആവശ്യത്തിന്? നമുക്ക് ഫലമൂലാദികളുണ്ടാകുമോ? അപ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന ആളുകൾക്ക് സൂര്യ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ശാസ്ത്രം പറയണേ. എന്നാൽ ഒരു ഉന്നതമായ ഭ്രമണപഥത്തിലേക്ക് പോയാലോ സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അപ്പോൾ താഴെയുള്ള വീക്ഷണവും വേണം, മുകളിലുള്ള വീക്ഷണവും വേണം. അത് തെറ്റ്, ഇത് ശരിയെന്നൊന്നും ഇപ്പം ശാസ്ത്രം പറയില്ല. രണ്ടും ശരിയെന്നാണ് പറയുക. ഇതാണ് പാരഡോക്സ്. സൂര്യ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. രണ്ടും ശരിയാണ്. ഭൂമിയിൽ നിൽക്കുന്നവർക്ക് സൂര്യ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഒരു ഉന്നതമായ ഭ്രമണപഥത്തിലേക്ക് പോകുന്നവർക്ക് സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഈ ഫ്ലൈറ്റിലൊക്കെ പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകുമല്ലോ. മനസ്സിലായോ? രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇത് അപ്ലൈ ചെയ്യുക വിശ്വാസത്തിലേക്ക്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇഹലോകത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കാം. പക്ഷേ മരണം എന്ന പുഴയുടെ ഇപ്പുറത്താണ് നാം നിൽക്കുന്നത്. മരണം എന്ന പുഴയുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം കുറച്ചുകൂടി ഉയർന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് പോകണം, ഉയർന്നു പോകണം. അങ്ങനെ പോകുന്നതാണ് ഈ വചനത്തിൽ ദൈവവചനത്തിൽ നിലയുറപ്പിക്കുക എന്ന് പറയണേ. ദൈവം എന്ന പാറപ്പുറത്ത് നിലയുറപ്പിക്കുക. അപ്പൊ ദൈവത്തിൽ നിലയുറപ്പിക്കുമ്പോൾ ദൈവവചനം പഠിച്ചുകൊണ്ട്, ദൈവവചനം ധ്യാനിച്ചുകൊണ്ട്, ദൈവവചനം കേട്ടുകൊണ്ട്, ദൈവവചനം അനുസരിച്ചുകൊണ്ട്, പിന്നെ വചനത്തിൽ കുഴിച്ച് ദൈവമാകുന്ന പാറയെ കണ്ട് ആ പാറപ്പുറത്ത് നമ്മൾ നിലയുറപ്പിക്കുമ്പോൾ നമ്മൾ ഉയർന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് പോകുന്നു. അവിടെ നോക്കുമ്പോൾ മരണത്തിനപ്പുറമുള്ള സംഗതികളും കാണാം. യാഥാർത്ഥ്യത്തിന് ഇപ്പുറം മാത്രമല്ല, അപ്പുറമുള്ള സംഗതികളും കാണാം. അപ്പോൾ നമുക്ക് ബെറ്റർ ഗ്രാഹ്യമുണ്ടാകുകയല്ലേ? മരണം വന്നപ്പോഴുടെ ഇപ്പുറത്തുള്ള കാര്യം കാണാം, മരണം വന്നപ്പോഴുള്ള അപ്പുറത്തുള്ള കാര്യം ഗ്രഹിക്കാം. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകില്ല. നീ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം ഗ്രഹിച്ചാൽ, നിന്റെ ബുദ്ധി കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം ഗ്രഹിച്ചാൽ യാഥാർത്ഥ്യത്തിന്റെ പകുതിയെ ഗ്രഹിക്കുന്നുള്ളൂ. അങ്ങേവശവും ഗ്രഹിക്കണമെങ്കിൽ, യാഥാർത്ഥ്യം അങ്ങേവശവും ഗ്രഹിക്കണമെങ്കിൽ നീ ഉന്നതമായ ഒരു ഭ്രമണപഥത്തിലേക്ക് പോകണം. ആ ഉന്നതമായ ഭ്രമണപഥത്തിലേക്ക് പോകുന്നതാണ് വിശ്വാസം. അതെങ്ങനെ സാധിക്കും? ദൈവവചനത്തിൽ കുഴിച്ച് വചനത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തെ കണ്ട്, ആ ദൈവമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഉറപ്പുള്ള പാറ എന്ന് കണ്ട് ആ പാറപ്പുറത്ത് നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കുക. അപ്പോൾ നമ്മൾ ഉയർന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് പോകുക. താഴെയുള്ള ഈ ലോകത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പ്രപഞ്ചത്തിനപ്പുറത്തുള്ള മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വചനത്തിൽ വിശ്വസിച്ച് പോയാൽ. അതുകൊണ്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് സോളാ ഫീദെ എന്നല്ല, വിശ്വാസം മാത്രമെന്നല്ല, മറിച്ച് ഒരു ചാക്രിക ലേഖനത്തിന്റെ പേര്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എഴുതിയ ഒരു ചാക്രിക ലേഖനത്തിന്റെ പേര് റീസൺ ആൻഡ് ഫെയ്ത്ത് എന്നാണ്. ഫെയ്ത്ത് ആൻഡ് റീസൺ, യുക്തിയും വിശ്വാസവും. യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട്, വിശേഷ ബുദ്ധി കൊണ്ട് നമുക്ക് ഈ ലോകത്തെ കാര്യങ്ങൾ കാണാം. എന്നാൽ വിശ്വാസം കൊണ്ട് അങ്ങേ ലോകത്തെ കാര്യങ്ങളും കാണാം. ആ ചാക്രിക ലേഖനം ആരംഭിക്കുന്ന വചനം എങ്ങനെയാണ്? സത്യത്തിലേക്ക് പറക്കാൻ നമുക്ക് 2 ചിറകുകൾ വേണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന ചാക്രിക ആദ്യത്തെ വചനം എങ്ങനെയാണ്? വിശ്വാസവും യുക്തിയും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ സത്യത്തിലേക്ക് പറന്നുയരാൻ 2 ചിറകുകൾ വേണം, യുക്തിയും വിശ്വാസവും. ചില ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരന്മാർ ഒരു ചിറക് കൊണ്ട് പറക്കാൻ നോക്കുകയാണ്. ഒരു ചിറക് കൊണ്ട് പറക്കാൻ പറ്റുമോ? ഇല്ല. ഒരു വിഷ സർക്കിള്, ഒരു വിഷമ വൃത്തത്തിൽ കിടന്ന് കറങ്ങാമെന്നല്ലാതെ ഒരിക്കലും ഉയർന്ന് പറക്കാൻ പറ്റില്ല. വേറെ ചിലരുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരും. അവർ സോളാ ഫീദെ എന്ന് പറഞ്ഞു, വിശ്വാസം മാത്രം. അവരും ഒരു ചിറക് കൊണ്ട് പറക്കാൻ ശ്രമിക്കുകയാണ്. പറക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റില്ല. കത്തോലിക്കരോ 2 ചിറകുകൾ കൊണ്ട് പറക്കാൻ ശ്രമിക്കുകയാണ്. വിശ്വാസവും യുക്തിയും. ഈ 2 ചിറകുകൾ ഉപയോഗിച്ച് നമ്മൾ പറക്കുമ്പോൾ സത്യത്തിലേക്ക് പറന്നുയരാൻ കഴിയും. ഇതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയേയില്ല. പക്ഷെ നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിനക്ക് കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിക്കാൻ കഴിയും. യുക്തിയിലും ഗ്രഹിക്കാം, വിശ്വാസത്തിലും ഗ്രഹിക്കാം. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നീ കാര്യങ്ങൾ ഗ്രഹിക്കുകയില്ല. നീ വിശ്വാസം ഉറച്ചു നിൽക്കുന്നെങ്കിലോ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നത് കാര്യങ്ങൾ ഗ്രഹിക്കാനാണ്, ഞാൻ കാര്യം ഗ്രഹിക്കുന്നത് വിശ്വസിക്കാനാണ്. എത്രയോ ശക്തമായ വചനമാണെന്നറിയോ? ഞാൻ വിശ്വസിക്കുന്നത്
കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇപ്പുറം, അതായത് മരണത്തിന് ഇപ്പുറമുള്ള കാര്യവും അപ്പുറമുള്ള കാര്യം ഗ്രഹിക്കണം. അപ്പോഴല്ലേ സമ്പൂർണ്ണമായ അറിവുണ്ടാകൂ. അതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിപരീത ദിശയിൽ ഞാൻ കാര്യം ഗ്രഹിക്കുന്നത്, ഇപ്പുറത്ത് മരണത്തിന് ഇപ്പുറത്തുള്ള കാര്യവും മരണത്തിനപ്പുറമുള്ള കാര്യവും ഞാൻ ഗ്രഹിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നത് കാര്യങ്ങൾ പ്രോപ്പറായി ശരിയായ വിധത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഗ്രഹിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത, ഈ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത, അതാണ് വിശ്വാസത്തിൻ്റെ രക്തചുരുക്കം. ചുരുക്കത്തിൽ ഏകസത്യ ദൈവം എന്ന ബലിഷ്ഠമായ പാറപ്പുറത്ത് നിലയുറപ്പിക്കുക. എങ്ങനെ? ദൈവവചനം കേട്ട് അത് പാലിച്ച് വചനത്തിൽ ആഴത്തിൽ കുഴികുഴിച്ച് ദൈവമാകുന്ന പാറ, അതായത് വചനത്തിൽ ഉടമസ്ഥനായ ദൈവത്തെ കണ്ട് ആ ദൈവത്തിന് മേൽ നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കുക. അപ്പോൾ നമ്മൾ ഉയർന്നൊരു ഭ്രമണപഥത്തിലേക്ക് പോകും. അപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ഇങ്ങേ വശവും അങ്ങേ വശവും മരണത്തിന് ഇപ്പുറമുള്ള കാര്യവും മരണത്തിനപ്പുറമുള്ള കാര്യവും ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുണ്ടാകും. അതിൽ അല്ലേ, അപ്പോൾ ദൈവത്തിൻ്റെ മേൽ നിൽക്കുക, ഉറപ്പുള്ള പാറപ്പുറത്ത് നിൽക്കുക. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നു, യുക്തിയും വിശ്വാസവും നമുക്കുണ്ടാകുന്നു. അതാണ് ശരിക്കുള്ള ജ്ഞാനത്തിൻ്റെ പൂർണ്ണത. അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ സമീപനം അല്ലെങ്കിൽ നിർവചനം. നമുക്കിതിൻ്റെ വിശദമായ മറ്റു കാര്യങ്ങൾ പലതും പഠിക്കേണ്ടതുണ്ട്. വിശ്വാസം കൊണ്ട് വലിയൊരു സംഭവമാണ്. അതിൻ്റെ ഒരു ആരംഭ ധ്യാനം അല്ലെങ്കിൽ പ്രാരംഭ ധ്യാനമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒന്ന് രണ്ട് പ്രായോഗികമായിട്ടുള്ള സന്ദേശം കൂടി നമുക്ക് സ്വീകരിക്കാം. പുറജാതിക്കാരുമായി കൂട്ടുകെട്ട് പാടില്ല. നിൻ്റെ വിശ്വാസം ക്ഷയിക്കും. നമ്മളിത് വളരെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളിത് ഓണ സീസണാണ് തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, എറണാകുളം രൂപതയിൽ. ഈ തെക്കും വടക്കുള്ള രൂപതകളിൽ അവർ 8 നോമ്പും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയ്ക്കാണ് ആചരിക്കുന്നത്. ഈ 3 രൂപതകളിൽ പള്ളികളിൽ DJ പാർട്ടിയും തിരുവാതിരക്കളിയും പിന്നെ പുലിക്കളിയും പൂക്കള മത്സരമൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ള പള്ളിയിൽ വരുന്ന ആൾ, ഇപ്പോൾ പള്ളി ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, അല്ലാതെ ആരാധനാലയമല്ല ഈ 3 രൂപതകളിൽ. അതുകൊണ്ട് തന്നെ സാംസ്കാരികമായിട്ട് സംഗതികളാണ് പള്ളിയിൽ. കുർബാനയല്ല പല അച്ഛന്മാർ അർപ്പിക്കുന്നത്, ഒരു സാംസ്കാരിക പ്രവൃത്തിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പോൾ ഹിന്ദുവിന് കല്യാണം കഴിച്ചപ്പോൾ എന്താ കുഴപ്പം? മുസ്ലിമിന് കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? അവരെല്ലാം പള്ളിയിൽ കയറ്റി, പള്ളിയിൽ പൂക്കള മത്സരം, പള്ളിയിൽ മഹാബലി വരുന്നു, അച്ഛന്മാർ മഹാബലിയുടെ കൂടെ ഇരിക്കുന്നു, മെത്രന്മാർ മഹാബലിയുടെ കൂടെ ഇരിക്കുന്നു, പൂക്കള മത്സരം തിരുവാതിരക്കളിയും പള്ളിയിലുണ്ട്, ഞങ്ങൾ കുട്ടികളൊക്കെ അത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വിശ്വാസവും പുറജാതി വിശ്വാസം തമ്മിൽ എന്ത് വ്യത്യാസം? പുറജാതിക്ക് പാരി കൂട്ടുകെട്ടി നമ്മുടെ വിശ്വാസം ക്ഷയിക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നീ അസീറിയായുമായി ഒരു സഖ്യത്തിന് പോകരുത്. അങ്ങനെ ചെയ്താൽ അവൻ്റെ വിഗ്രഹങ്ങൾ നമ്മിലേക്ക് വരും, വിഗ്രഹാരാധന നമ്മിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ തനത് രൂപം, ആ തനത് സ്വത്വം, നമ്മുടെ സഭയുടെ പൈതൃകം അത് നഷ്ടപ്പെടും, അടിത്തറ ഇളകും. തീർച്ചയായിട്ടും നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല, അത് ആത്യന്തികമായിട്ട്. പക്ഷേ നമുക്കെല്ലാം വിശ്വാസത്തിൽ ക്ഷീണം വരുത്താനായിട്ട് നമ്മുടെ നിലപാടുകൾ കാരണമാകാം. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വചനത്തിൽ ആഴത്തിൽ കുഴികുടിച്ച് വചനത്തിൽ ഉടമസ്ഥനെ കണ്ടില്ലെങ്കിൽ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു വിശ്വാസം നിൽക്കും. അതാണ് പ്രൊട്ടസ്റ്റന്റുകാർക്കും പെന്തക്കോസ്തകാർക്കും യഹോവസാക്ഷികൾക്കും ബോണഗൻ ക്രിസ്ത്യൻസിനും പിന്നെ ബ്രദറൻ അസംബ്ലിക്കും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അവരെല്ലാം കത്തോലിക്ക സഭയെ കുറ്റപ്പെടുത്തി പുറത്തു പോയിട്ട് 100,000 കഷ്ണങ്ങളായി ചിതറിപ്പോയി. ഇപ്പോൾ അവർക്ക് സങ്കടമുണ്ട്, വേദനയുണ്ട്. അവർ അംഗീകരിക്കുന്നു ഇല്ലേ? കുറച്ച് പേർ അംഗീകരിക്കുന്നു, കുറച്ച് പേർ അംഗീകരിക്കുന്നില്ല. ഏതായാലും പോയി, ഇനിയിപ്പോൾ തിരിച്ചു പോയ നാണക്കേടാണെന്ന് വിചാരിച്ച് തുടരുന്നവരുണ്ട്. പക്ഷേ സത്യത്തോട് തുറവിയുള്ളവരൊക്കെ തിരിച്ചു വരികയാണ്. അതായത് വചനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കണം, എന്നിട്ട് വചനങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തണം. അല്ലാതെ ചില വചനങ്ങൾ ചിലർക്ക് ചേരില്ല അല്ലേ? എല്ലാ മനുഷ്യരും പാപികളാണ്, യേശു പൂർണ്ണ മനുഷ്യനല്ലേ, അപ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണെന്ന വചനം യേശുവിന് ചേരുമോ? ഇല്ല. നീ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്ന് ദൈവം തന്നെ മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്, ഗബ്രിയേൽ മാലാഖയെ അയച്ച്. അപ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണ് എന്ന വചനം മറിയത്തിന് ചേരുമോ? ഇല്ല. മറിയം ശുദ്ധീകരണത്തിന് പോയി എന്ന് പറഞ്ഞ വചനം പറഞ്ഞിട്ട് മറിയം ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിലെ ശുദ്ധീകരണമാണെന്ന് ഈ
പെന്തക്കോസ്ത് പൊട്ടന്മാരെ വ്യാഖ്യാനിക്കൂ. അത് പാപത്തിന് ശുദ്ധീകരണമാണോ? അല്ലല്ലോ. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ 33 ദിവസത്തേക്ക് അവൾ അശുദ്ധയാണ്. ഏതശുദ്ധി? ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അശുദ്ധി, അല്ലാണ്ട് പാപത്തിൻ്റെ അശുദ്ധിയാണോ? അപ്പം ഈ വക കാര്യങ്ങൾ അറിയാതെ ഈ മറിയത്തെ കൊച്ചാക്കാൻ വേണ്ടി, അവഹേളിക്കാൻ വേണ്ടി മറിയത്തിന് ചേരാത്ത വചനങ്ങൾ കൊണ്ടുവരിക. യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് മറിയത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് നടക്കുക. മറിയത്തിൻ്റെ വേറെ മക്കളാണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ സഹോദരന്മാരെ മറിയത്തിൻ്റെ മക്കളാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാർ എന്ന വാക്കിന് മറിയത്തിൻ്റെ തന്നെ മക്കളെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ. എന്നിട്ടും മറിയത്തെ അവഹേളിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ്. മറിയത്തിന് വേറെ മക്കളായെന്ന് കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നതെന്നാണ് അവർ പറയണേ. എവിടെ പഠിപ്പിക്കുന്നു? മറിയത്തിന് യേശുവിനെ കൂടാതെ മക്കളുണ്ടായെന്ന് കാണിക്കുന്ന ഒരു വചനം കാണിച്ചു തരൂ. പെന്തക്കോസ്ത് പൊട്ടന്മാരോട് ഞാൻ പറയണേ. അപ്പം ഇങ്ങനെ വചനത്തിലേക്ക് കയറാതെ, വചനത്തിനുള്ളിലേക്ക് കയറാതെ, വചനത്തെ ഉടമസ്ഥനെ കാണാതെ, വചനങ്ങൾ തമ്മിലുള്ള ബന്ധം കാണാതെ, ഏത് വചനം ആർക്ക് ബാധകമാണെന്ന് അറിയാതെ കാടടിച്ച് വെടിവെക്കുന്ന ഈ പരിപാടി, അതിന് കാരണം വചനത്തിൽ ആഴത്തിൽ കുഴി കുഴിക്കാത്തതുകൊണ്ടാണ്. സത്യവേദ പുസ്തകം ഇങ്ങനെ പറയണു. അത് കേട്ടാൽ നമുക്ക് തോന്നും മർക്കോസും മത്തായും ഒക്കെ മലയാളത്തിലാണ് ബൈബിൾ എഴുതിയെന്ന്. അത് തർജ്ജമയാണെന്ന് അംഗീകരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. സത്യവേദ പുസ്തകം തർജ്ജമയാണെന്നും അതിൽ ധാരാളം തെറ്റുകളുണ്ടെന്നും തർജ്ജമയിൽ തെറ്റുകളുണ്ടെന്നും അംഗീകരിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തെ കണ്ടിട്ടില്ലെന്നും ആ ദൈവത്തിലാണ് ഇവർ അടിയുറച്ച് ജീവിത സൗധം പണിതിരിക്കുന്ന കാര്യം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഭയിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വീണുപോയി, അവർ ഭവനം വീണുപോയി. കാരണം ദൈവമാകുന്ന പാറപ്പുറത്തല്ല അവർ വീട് പണിതത്. അവർ പള്ളിയിൽ പോയി വികാരിച്ചൻ്റെ മേശപ്പുറത്താണ്, അല്ലെങ്കിൽ വികാരിച്ചൻ്റെ പുറത്താണ് അവരുടെ വീട് പണിതേ. വികാരിച്ചൻ തെറ്റിപ്പോയി, അതുകൊണ്ട് അവർ സഭയിൽ നിന്ന് പുറത്തു പോയി. അല്ലെങ്കിൽ മെത്രാൻ്റെ പുറത്താണ് അവർ വീട് പണിതത്. ചില മെത്രാന്മാർക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് അവർ കത്തോലിക്ക സഭയിൽ നിന്ന് പോയി. ഏകസത്യദൈവമായ യാഹ്വേയുടെ മുകളിലാണ് അവർ വീട് പണിതിരുന്നെങ്കിൽ, ദൈവജനം ആഴത്തിൽ കുഴിച്ച് ഇല്ലേ പാറപ്പുറത്ത് വീട് പണിതിരുന്നെങ്കിൽ, അച്ഛന്മാർക്ക് തെറ്റുപറ്റിയാലും മെത്രാന്മാർക്ക് തെറ്റുപറ്റിയാലും മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയാലും അവർ കത്തോലിക്ക സഭയിൽ നിന്ന് പോകുമായിരുന്നില്ല. കാരണം ദൈവം എന്ന പാറപ്പുറത്താണ് അവർ ഭവനം പണിതിരിക്കുമായിരുന്നേ. ഇപ്പം അങ്ങനെയല്ല, അതാണ് വീണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് വിശ്വാസം എന്നത് ഇന്ന് വളരെ പ്രസക്തമായ കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസമാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ എന്താണ് നമ്മുടെ വിശ്വാസം? അതിൻ്റെ ഒരു പ്രാരംഭ വിചിന്തനമാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം ഒരു വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.